എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം വിഷ്ണു ഇവിടെ എത്തിയിട്ടുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ നമ്മളിവിടെ ഉള്ള ഷബീർ, ഈ ബെഡിൽ ഷബീർ ഉണ്ട്. ഷബീർ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയിട്ടേ ഉള്ളൂ. പിന്നെ ഉള്ളത് അബാസും ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ലാസ്റ്റ് വണ്ടിയാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് ഞാൻ. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ 5 മണി. ഇപ്പം 5 മണിക്ക് പോകും. 5 മണിക്ക് പോയാൽ രാത്രി 2 മണിക്കാണ് തിരിച്ചെത്തുക. റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് ബൂസ്റ്റാണ്. അപ്പം ബൂസ്റ്റ് കുടിച്ചിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു. റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടാട്ടോ, ഒരു രക്ഷയില്ല, പൊരിഞ്ഞ ചൂടാണ്. 42 ഡിഗ്രി 44 ഡിഗ്രി ചൂടാട്ടോ ഒന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഓഫീസിൽ പോകണം. ഓഫീസിൽ പോയിട്ട് പിന്നെ പഞ്ചിങ് ചെയ്യണം. പഞ്ചിങ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡ്യൂട്ടി ബോർഡ് വാങ്ങിയിട്ട് നേരെ നമ്മൾ വക്ര സ്റ്റേഷനിലേക്ക്. ഇന്നിപ്പോൾ 542 വക്ര ടു അർജൻറ്റീൻ ക്യാമ്പിലേക്ക്. അപ്പോൾ ഇനി ഓഫീസിൽ പോയിട്ട് നേരെ ഡ്യൂട്ടി ബോർഡ് വാങ്ങിയിട്ട് വക്ര ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പോൾ അവിടുന്ന് ഡിപ്പോന്ന് പിന്നെ നമ്മളെ എന്താ പറയുക ഷട്ടിൽ ബസ്സിന് പോകണം. ഈ കാണുന്ന ഇലക്ട്രിക് ബസ്സുകളൊക്കെ ചാർജിങ് ചെയ്തുകൊണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പാർക്ക് ചെയ്തിട്ട് ആ പാർക്കിങ്ങിൽ തന്നെ ചാർജിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാരണം രാവിലെയും രാത്രിയൊക്കെ ഫുൾ ടൈം ബസ് ഓടിക്കൊണ്ട് നിൽക്കുകയാണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ചാർജിങ് തീർന്ന വണ്ടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടുന്ന് ചാർജായ വണ്ടികൾ ചേഞ്ച് ആക്കി പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഷട്ടിൽ ബസ് കിട്ടി നേരെ കയറി കുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഡ്യൂട്ടി ബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ ഇനി ബസ് സ്റ്റേഷനിൽ പോകണം. ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് നമ്മളെ വണ്ടി എടുക്കണം. ഇതാണ് കേട്ടോ നമ്മളെ ബസ്. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും സ്ക്രാച്ചോ ഡെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഫയലിൽ മെൻഷൻ ചെയ്യാത്തതാണെങ്കിൽ നമ്മൾ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മളെ മുമ്പ് വന്ന ഡ്രൈവർ ഇവിടെ കൊണ്ടുവച്ച് വെച്ച് പോയ ബസ്സായി. കാരണം ആ ഡ്രൈവറിൽ നിന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ വണ്ടിന്റെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ്. കാരണം വണ്ടിക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ ഡെൻറ്റോ എന്തൊക്കെ ഉണ്ടോ എന്ന് നോക്കി, അതൊന്നുമില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ആ വണ്ടിക്ക് ഇങ്ങനെ കയറി കുത്തിട്ട് നമ്മളെ ട്രാക്കിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4 ട്രിപ്പാട്ടോ ഈ ഉള്ളത്. പിന്നെ ആ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ പോയി വരുന്നത് ഏകദേശം 1.5 മണിക്കൂർ 1:35 1 മണിക്കൂർ 35 മിനിറ്റാണ്. ഇതാണ് അർജൻറ്റീൻ ലേബേഴ്സ് ക്യാമ്പ്. ഇത് പുതുതായി ഓപ്പൺ ചെയ്ത ഒരു ലേബേഴ്സ് ക്യാമ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ലേബേഴ്സ് താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലേബേഴ്സിന് താമസിക്കാനുള്ള സൗകര്യവും ഇനി ഇതിലുണ്ട്. കാരണം ഒരുപാട് ബിൽഡിങ്ങുകൾ ഇപ്പോഴും ഒഴിവാണ്. പിന്നെ അതേപോലെ തന്നെ ലേബേഴ്സിന് അത്യാവശ്യ സൗകര്യത്തിനുള്ള സൂപ്പർ മാർക്കറ്റ്, ഹോട്ടലുകൾ, ചിക്കൻ സ്റ്റാൾ, അങ്ങനത്തെ കുറഞ്ഞ കടകളൊക്കെ അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലേബേഴ്സിന് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം ക്രിക്കറ്റ് ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഷട്ടിലാണെങ്കിലും അങ്ങനെ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. വേൾഡ് കപ്പ് ഫൈനലിൽ ജയിച്ച അർജൻറ്റീന ടീമിൻ്റെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പല ബിൽഡിങ്ങിൻ്റെയും സൈഡിലായിട്ട് ഓരോ പിക്ചേഴ്സ്, പല മോഡലുള്ള പിക്ചേഴ്സുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം 10 മിനിറ്റ് നേരത്താണ് ഓടിയെത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു 10 മിനിറ്റ് പാർക്ക് ചെയ്യാമെന്നിങ്ങനെ വിചാരിച്ച്. ബ്രേക്ക് കഴിഞ്ഞു. ആ ബ്രേക്ക് കഴിഞ്ഞിട്ടോ. ബ്രേക്ക്
ചെക്ക് കഴിഞ്ഞ ശേഷം വീണ്ടും രണ്ടാമത് വണ്ടി ചേഞ്ച് ആക്കി എടുക്കുകയാണ്. ആദ്യത്തെ വണ്ടി നമ്മൾ കൊടുത്ത് പിന്നെ രണ്ടാമത് വേറൊരു വണ്ടിയാണ്. അപ്പോൾ അത് ചേഞ്ച് ആക്കിയിട്ട് ഇനി ഇതിന് എന്തെങ്കിലും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി 2 ട്രിപ്പ് കൂടി ഉണ്ട്. ആ 2 ട്രിപ്പ് കൂടി കണ്ടിന്യൂ ചെയ്യണം. ഇതിൻ്റെ ലാസ്റ്റിലത്തെ ട്രിപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് അർജൻറ്റീന ലേബേഴ്സ് ക്യാമ്പിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 2 മിനിറ്റ് നേരത്തെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ്. ഇനി നേരെ ഇവിടുന്ന് വക്ര സ്റ്റേഷനാണ് കേട്ടോ. വക്ര സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ഡിപ്പോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞാനിതാ ഡിപ്പോയിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. വീണ്ടും ഡിപ്പോൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിപ്പോൻ്റെ ഉള്ളിൽ കയറി ഇനി വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് പാർക്കിങ്ങിലിടണം. അങ്ങനെ നമ്മുടെ വണ്ടിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ നമ്മളിതാ പാർക്കിങ്ങിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി വാഷ് ചെയ്യാൻ കൊണ്ടുപോകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്ലീനൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി ഇവിടെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.